വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സോന. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ എറണാകുളത്ത് പോകുന്ന ഒരു വ്ളോഗാണ്. ബട്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇന്ന് എൻ്റെ വല്യമ്മേൻ്റെ, എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ രണ്ടാമത്തെ ആണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മളിന്ന് എറണാകുളത്തേക്ക് പോകുന്നത്. ഫാമിലീസൊക്കെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എനിക്കറിയില്ല, പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ രാവിലെയാണ് പോകുന്നത്, ഇന്ന് ശനിയാഴ്ച. അപ്പോൾ ഇന്ന് അസർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിപാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഹസ്ബൻഡിന് വർക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മ നമ്മുടെ ഒപ്പമായിരുന്നു, വാപ്പിച്ചിൻ്റെ ഒപ്പമായിരുന്നു. മരിക്കണവരെ നമ്മുടെ ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ കൂടുതലും ഞാനും എൻ്റെ അനിയനാണ് ഉമ്മയായിട്ട് കുറച്ചും കൂടി കൂടുതൽ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുന്നത്. അത് ആളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി സ്മാർട്ട്, ഷീ ഈസ് വെരി സ്ട്രോങ്. നമ്മുടെ എല്ലാത്തിനും നമ്മുടെ വൈബിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ പ്രായമായവരെന്ന് പറയുമ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഒതുങ്ങി നിൽക്കണം, അങ്ങനത്തെ ഒക്കെ ഉള്ളതല്ലേ. പക്ഷെ നമ്മളെങ്ങനെയാണോ ഒരു യോയോ ഗ്രാൻഡ്മയായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഉമ്മാനെ ഓർക്കാൻ ഇങ്ങനത്തെ ഒരു ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കല്ല എപ്പോഴും നമ്മൾ ഓർക്കാറൊക്കെ ഉണ്ട്. എല്ലാ ഇതിലും നമ്മൾ ചില നമ്മുടെ ഉമ്മയായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ ഒരു ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്. പിന്നെ ഉമ്മക്ക് എല്ലാവരും ഒത്തുകൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമായി. എന്നാൽ പോലും എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഉമ്മാക്കും അതൊരു ഹാപ്പി ആവും. അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ബാക്കി വിശേഷം കാണാം. ലേറ്റ് ആവാൻ പാടില്ല, അവിടെ എത്തുമ്പോൾ എറണാകുളത്ത് എത്തണ്ടേ, അപ്പോൾ ലേറ്റ് ആവും. നമ്മൾ സ്കൂട്ടിക്കാണ് പോകുന്നത്. കാർ എടുത്താൽ ഇപ്പോൾ ഒന്നും എത്തില്ല, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. വീട്ടിൽ നിന്ന് നമ്മളൊരു ഏകദേശം ഒരു 9:30 ആ ടൈമൊക്കെ ആയപ്പോൾ ഇറങ്ങി. ഇനി ലേറ്റ് ആയാലും ചിലപ്പോൾ ബ്ലോക്കൊക്കെ ആയി, കാരണം വണ്ടികൾ ഇറങ്ങുന്ന ടൈമാണല്ലോ. അപ്പോൾ നല്ല ബ്ലോക്ക് ആവുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. എനിക്ക് ഈ ഒരു ക്ലൈമറ്റ് നല്ല ഇഷ്ടമാണ്. എനിക്ക് ടണലിൻ്റെ ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഈ മലയും ഈ റോഡും കുതിരാൻ ടണലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. മഴക്കാറുണ്ട്, പക്ഷെ മഴ പെയ്യില്ലാന്ന് ഞങ്ങൾ ഉറപ്പിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു കോട്ട് പോലും എടുത്തിട്ടില്ല. ഇതുപോലെ അതിന് മുന്നത്തെ ദിവസമൊക്കെ ഇതുപോലെ മഴ വന്ന് നിൽക്കും, ചെറുതായിട്ട് പൊടിക്കും, എന്നിട്ട് മാത്രം പോവും, മഴക്കാറങ്ങോട്ട് പോവും. അല്ലാണ്ട് പ്രത്യേകിച്ച് മഴ പെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ കോട്ടൊന്നും എടുക്കാണ്ടാണ് നമ്മൾ രണ്ടുപേരും എറണാകുളം വരെ പോവാൻ ഉദ്ദേശിച്ചത്. പോണില്ല കേട്ടാ നോക്ക്, എൻ്റെ ഉണ്ട്. പോണില്ലേ? എന്ത് കൂട്ടം നനഞ്ഞിരിക്കണേ? ഓ ദിസ് ഇസ് മോഡൽ. ഫ്രണ്ടിൽ ഈ കളറ്, ബാക്കിൽ വേറെ കളറല്ലേ കേട്ടാ. നനഞ്ഞു ഗൈസ്, നമ്മൾ നനഞ്ഞു മഴയത്ത്. നമുക്ക് അത്ര അഹങ്കാരമൊന്നും ഇല്ലല്ലേ, അതുകൊണ്ട് നമ്മൾ കോട്ടൊക്കെ എടുക്കാറുണ്ട്. സോ ഗൈസ്, നമ്മളങ്ങനെ മഴയൊക്കെ നനഞ്ഞു. അതിൻ്റെ വിഷമത്തിൽ നമ്മൾ കടയിൽ കയറി ഒരു പൊറോട്ടയും ചിക്കൻ കറിയും നമ്മൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും സവോള ഉള്ളി ഒക്കെ അരിയണേൻ്റെ തിരക്കിലാണ്. എന്നെ വെച്ച് ഇറങ്ങണ ആ ടൈം തൊട്ട് വിളിച്ചു, നീ എപ്പോഴാണ് വരുന്നത്, വേഗം വാ, നിനക്ക് വേണ്ടി ഇവിടെ കുറേ പണികൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മൾ വന്നപ്പോഴേക്കും എൻ്റെ പാപ്പച്ചിൻ്റെ മൂത്ത പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ഇരുന്നോട് സവോളയ്ക്ക് അറിയണ്ടായിരുന്നു. പിന്നെ ബാക്കി 2 അമ്മായിമാരൊക്കെ വന്നു. ബാക്കി പണികളൊക്കെ അവരാണ് ചെയ്തത്. എനിക്കാണെങ്കിൽ എൻ്റെ അനിയനെ കണ്ട എന്തെങ്കിലുമൊക്കെ ചൊറി കാണിച്ചുകൊണ്ടിരിക്കണം. അവൻ്റെ അടുത്തല്ലേ എനിക്കിങ്ങനെ ചൊറികളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഫേസ് കാണിക്കാൻ എല്ലാവരുടെയും പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ക്യാമറയിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞവരുടെ ഫേസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് അവരുടെ പ്രൈവസി നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇക്കാക്കാൻ്റെ 2 കുഞ്ഞ് ചോട്ടാ പിക്കറീസൊക്കെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വല്ലപ്പോഴൊക്കെ കാണുള്ളൂ, ഇങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ വരുമ്പോൾ കാണുള്ളൂ. പക്ഷെ എന്നെ നല്ല ഓർമ്മയിടും. ചില പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കണ്ടാലും അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ 2 എണ്ണങ്ങൾക്ക് എന്നെ നോന എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ പിള്ളേരും, ഈ പിള്ളേരല്ല, ചെറുപ്പം തൊട്ട് എൻ്റെ ഇക്കാക്കാൻ പിള്ളേരും എല്ലാ പിള്ളേരും എന്നെ വിളിക്കുന്ന, അവർക്ക് സോന എന്ന് പേര് വരില്ല, നോന എന്ന് പറയുള്ളൂ.
അങ്ങനെ ഞാൻ ഫുള്ള് എല്ലാ വീഡിയോസും ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഉസ്താദിനെ വിളിച്ചില്ല, നമ്മൾ തന്നെയാണ് തോന്നുന്നതൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ അങ്ങനെ എടുത്തില്ല. എന്ത് നല്ല സ്വഭാവികളാണെന്നറിയോ അല്ലേ ഏട്ടാ? ഈ രണ്ട് എന്നെ പോലെ തന്നെയല്ലേ? എന്റെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വളരെ നല്ല ചാനലാണ്. നല്ല ചാനൽ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഡൺ. ഇന്നത്തെ പരിപാടിയുടെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഒന്നാമത് അസർ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ രാത്രി ലേറ്റായി. അപ്പോൾ എല്ലാവരും അവരവരുടെ കുടുംബത്തേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ് ഗായ്സ്. ഗായ്സ് ഇത്രയും നേരം ഇരുന്ന് കരയണ കുട്ടിയായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെയായിട്ട് കരഞ്ഞതെന്ന് പറ. പ്ലീസ് പ്ലീസ് ഒന്ന് കര. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. പറ എന്റെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറയാനുള്ളത്? ദുഷ്ടന്മാര് പ്രതിമകളാ. പറ എന്റെ വീഡിയോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതല്ലാണ്ട് വേറെ ഡയലോഗ് ഉണ്ടോ വായിൽ നിന്ന്? പറ എന്താ നിനക്ക് പറയാനുള്ളത്? എന്റെ ചാനലിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്റെ പ്രേക്ഷകരോട്? സപ്പോർട്ട് ചെയ്യാൻ പറ. സപ്പോർട്ട് ചെയ്യാൻ പറ. ഇല്ല സപ്പോർട്ട്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ. സപ്പോർട്ട്. സോ ഇത് പിറ്റേ ദിവസത്തെയാണ്. ഞാനിങ്ങനെ വീട്ടിലേക്ക് പോകുന്ന ടൈമിലെടുത്ത വീഡിയോ ആണ്. എനിക്കിങ്ങനെ ഹിജാബ് ചുറ്റിയിട്ടപ്പോൾ ഫേസ് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അതും കൂടി എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ കുറച്ച് നേരം അതിൽ തന്നെ നോക്കിയിരുന്ന് കുറേ ഭംഗി എൻ്റെ തന്നെ ഞാൻ ആസ്വദിച്ചു. അങ്ങനെ പോകാൻ നേരത്ത് ഉമ്മച്ചിനോടൊക്കെ യാത്ര പറഞ്ഞ് ഒരു വന്നതും പോയതൊക്കെ പെട്ടെന്നായി. എന്നാലും കുഴപ്പമില്ല, വീണ്ടും വരാനുള്ളതല്ലേ. എപ്പോഴാണെങ്കിലും എൻ്റെ വീടല്ലേ, എനിക്ക് വരാമല്ലോ. വന്നപ്പോഴും പോയപ്പോഴും ഒരേ അവസ്ഥയാണ്. അതുകൊണ്ട് ഇനിയൊന്നും പറയാനില്ല. എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്.